കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 290. സൂറത്തുൽ മാഇദ ആയത്തുകൾ 46 മുതൽ 50 വരെ. പേജ് നമ്പർ 467. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقفينا على آثارهم بعيسى ابن مريم مصدقا لما بين يديه من التوراة وآتيناه الإنجيل فيه هدى ونور ومصدقا لما بين يديه من التوراة وهدى وموعظة للمتقين وليحكم أهل الإنجيل بما أنزل الله فيه ومن لم يحكم بما أنزل الله فأولئك هم الفاسقون وأنزلنا إليك الكتاب بالحق مصدقا لما بين يديه من الكتاب ومهيمنا عليه فاحكم بينهم بما أنزل الله ولا تتبع أهواءهم عما جاءك من الحق لكل جعلنا منكم شرعة ومنهاجا ولو شاء الله لجعلكم أمة واحدة ولكن ليبلوكم فيما آتاكم فاستبقوا الخيرات إلى الله مرجعكم جميعا فينبئكم بما كنتم فيه تختلفون وأن يحكم بينهم بما أنزل الله ولا تتبع أهواءهم واحذرهم أن يفتنوك عن بعض ما أنزل الله إليك فإن تولوا فاعلم أنما يريد الله أن يصيبهم ببعض ذنوبهم وإن كثيرا من الناس لفاسقون أفحكم الجاهلية يبغون ومن أحسن من الله حكما لقوم يوقنون. സൂറത്തുൽ മാഇദ ആയത്ത് 46, പേജ് 467. وقفينا على آثارهم بعيسى ابن مريم مصدقا لما بين يديه من التوراة. അവരെ തുടർന്ന് അവരുടെ കാൽപ്പാടുകളിലായിക്കൊണ്ട് ഈസ ഇബ്നു മറിയമിനെ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള തൗറാത്ത് അംഗീകരിക്കുന്ന അവസ്ഥയിൽ നാം അയക്കുകയും ചെയ്തു. വആതൈനാഹുൽ ഇൻജീല അദ്ദേഹത്തിന് നാം ഇൻജീൽ കൊടുക്കുകയും ചെയ്തു. ഫീഹി ഹുദൻ വനൂറുൻ അതിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ട്. വമുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്തി അതിൻ്റെ മുമ്പിലുള്ള തൗറാത്ത് അംഗീകരിക്കുന്നതും വഹുദൻ വമൗഇളതൻ ലിൽ മുത്തഖീൻ ഭക്തന്മാർക്ക് ഉപദേശവും മാർഗദർശനവും ആയിക്കൊണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം യഹൂദികളുടെ തൗറാത്തിനെ അംഗീകരിക്കുന്നു, ഇൻജീലും തൗറാത്തിനെ അംഗീകരിക്കുന്നു. രണ്ടും ഒരേ വഴി തന്നെ, യാതൊരു വൈരുദ്ധ്യവുമില്ല. പേജ് 468. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 291. സൂറത്തുൽ മാഇദ ആയത്ത് 47, പേജ് 468. വൽയഹ്കും അഹ്ലുൽ ഇൻജീലി ബിമാ അൻസലല്ലാഹു ഫീഹി ഇൻജീലിൻ്റെ അനുയായികൾ അതിൽ അള്ളാഹു ഇറക്കിയതനുസരിച്ച് വിധി നടത്തട്ടെ. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ അള്ളാഹു ഇറക്കിയതനുസരിച്ച് ആരെങ്കിലും വിധി കൽപ്പിക്കാതിരിക്കുന്ന പക്ഷം അവർ തന്നെയാണ് ധിക്കാരികൾ. അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് വിധി നടപ്പാക്കാത്തവരെ പറ്റി 3 വാക്യങ്ങളിൽ കഠിനമായി ആക്ഷേപിച്ചിരിക്കുകയാണിവിടെ. അത്തരക്കാർ കാഫിറുകൾ, ളാലിമുകൾ,
ഫാസിഖുകൾ ആണ്. ദൈവവിധികൾ നടപ്പാക്കാൻ സൗകര്യമുണ്ടായിട്ടും നടപ്പാക്കാത്തവർ സത്യനിഷേധികളും അക്രമികളും ധിക്കാരികളും തന്നെ. യാതൊരു സംശയവും വേണ്ട. ഒരു നാട്ടിൻ്റെ സ്വതന്ത്രമായ അധികാരം കിട്ടി, അവിടെ ദൈവിക നിയമങ്ങൾ നടപ്പാക്കാതെ ദൈവേതര നിയമങ്ങളാണ് നടപ്പിൽ വരുത്തുന്നത് എങ്കിൽ ധിക്കാരവും നിഷേധവും തന്നെ. ഭൂരിപക്ഷം മുസ്ലിങ്ങളായിട്ടും ഭരണാധികാരികൾ മുസ്ലിങ്ങളായിട്ടും ദൈവിക നിയമങ്ങൾ നടപ്പാക്കാത്ത രാജ്യങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്, അഥവാ അധികാരം മുസ്ലിങ്ങൾക്കില്ല എങ്കിൽ അവർക്ക് ഈ വിധി ബാധകമല്ല. അവർക്കും ഈ വിധി ബാധകമാണെന്ന് വാദിക്കുന്നവർ ഉണ്ട്. അതിര് കവിയലാണ് ഈ വാദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതം, ഹബശയിലേക്കുള്ള ഹിജ്റ, സഹാബികൾ അവിടെ ജീവിച്ചത് ഒക്കെ നമുക്ക് മാതൃകകളാണ്. ദൈവേതര ഭരണം തന്നെയാണ് ഹബശയിലുണ്ടായിരുന്നത്. പിന്നെ ഇക്കൂട്ടർ പറയുന്നത് വിധി നടത്താനുള്ള കഴിവ് നാം ഉണ്ടാക്കണമെന്നാണ്. കഴിവുണ്ടാക്കാത്തത് മഹാകുറ്റമാണെന്നും അവർ വാദിക്കുന്നു. പിന്നെ അതിര് കവിഞ്ഞ പലതും വാദിക്കുന്നു. അതൊന്നും ഇസ്ലാമിന് ബാധകമല്ല, അത് അവരുടെ സ്വന്തം വകയാണ്. സ്വത്തുണ്ടായാൽ സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം എന്നുള്ളത് വളരെ ശരിയാണ്. എന്നാൽ ഇതൊക്കെ നിർവഹിക്കാൻ തക്കവണ്ണം ധനം സമ്പാദിക്കൽ നിർബന്ധമാണെന്ന് പറയാമോ? സക്കാത്തും ഹജ്ജും ഫർദാകാൻ തക്കവണ്ണം മുതലുണ്ടാക്കാത്തതിന് നാം ഒരിക്കലും കുറ്റക്കാരാകുകയില്ലല്ലോ. അതുപോലെയാണ് കാര്യം. വാക്കർത്ഥം മാത്രം എടുക്കുകയും മുമ്പും പിമ്പും നോക്കാതിരിക്കുകയും സന്ദർഭം പരിഗണിക്കാതിരിക്കുകയും ചെയ്താൽ ദൂരവ്യാപകമായ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാകും. മേൽ ആയത്ത് അപ്രകാരം കണക്കിലെടുക്കുകയും ഖുർആനിലില്ലാത്ത വല്ല വിധിയും ഉണ്ടാക്കുന്നവർ അവിശ്വാസികളാണ്, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് വാദിച്ച് പുറപ്പെട്ടവരാണ് ഖവാരിജുകൾ. അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിൽ ഖിലാഫത്ത് സംബന്ധമായി നടന്ന വഴക്കിൽ രണ്ടു കൂട്ടരും ചില മധ്യസ്ഥന്മാരെ നിശ്ചയിക്കുകയും അവരുടെ വിധി സ്വീകരിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തതിനെക്കുറിച്ച് രണ്ടു കൂട്ടരും ഖുർആനിൻ്റെ വിധിയല്ല സ്വീകരിച്ചത് എന്നതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് ഖവാരിജുകൾ വാദിച്ചു. അതുണ്ടാക്കിയ കുഴപ്പത്തിൽ മുസ്ലിങ്ങളുടെ രക്തം ഒരുപാട് ഒഴുകി. ഒരു ദുർവ്യാഖ്യാനത്തിൻ്റെ ദുരന്ത ഫലം. ഇനി ഒരു കാര്യം പറയാം, ഇവിടെ ഈ തഫ്സീറുള്ളതല്ല. ഇപ്പോൾ ഒരു സംവിധാനത്തിൽ നമ്മുടെ രാജ്യമാകട്ടെ മറ്റുള്ള ഇടങ്ങളാകട്ടെ നാം ജീവിക്കുന്നിടത്ത് ഇസ്ലാമിക വ്യവസ്ഥ വരാൻ സമാധാനപരമായിട്ടുള്ള സാധ്യമായ മാർഗങ്ങൾ അവലംബിക്കൽ ഒരു മുസ്ലിമിന് അനിവാര്യമാണ്. പക്ഷേ അതിനെന്ത് ചെയ്യാൻ പാടില്ല? അക്രമം കാണിക്കാൻ പാടില്ല. അതേപോലെ നിർബന്ധമായി ബലാത്കാരമായി മതപരിവർത്തനം നടത്താൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കാനുള്ള ഒരു ത്വര, അതിനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ, ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ ഉണ്ടാകാതിരിക്കാൻ പാടില്ല. അത് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനുള്ള പ്രാർത്ഥനയും നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളും വേണം. അപ്പോൾ അത് ഇസ്ലാമിക ഭരണം വരിക എന്നത് മാത്രമല്ല, നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു അവിടെ. ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറയാം, പലിശ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ പലിശരഹിത ബാങ്കിങ് വരാൻ വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന ഇവിടെ സമാധാനപൂർവമായ ഇവിടുത്തെ നിയമങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ ആശയത്തിൽ വരുന്ന ബാങ്കിങ് സിസ്റ്റം നടപ്പിലാകാൻ വേണ്ടി ഒരു അവസരമുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിനുള്ള അവസരങ്ങൾക്കായി ശ്രമിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഓക്കെ, ഉമർ മൗലവി റഹിമഹുല്ല അവരുടെ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 292, സൂറത്തുൽ മാഇദ ആയത്ത് 48, പേജ് 468. വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, നിനക്ക് ഈ ഗ്രന്ഥത്തെ നാം സത്യസന്ധമായി ഇറക്കി തന്നിരിക്കുന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി, ഇതിൻ്റെ മുമ്പിലുള്ള ഗ്രന്ഥത്തെ അംഗീകരിക്കുന്നതും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതുമായ അവസ്ഥയിൽ. പേജ് 469. സത്യസന്ധമായി എന്ന് വെച്ചാൽ അള്ളാഹു ഇറക്കി എന്നുള്ളത് സത്യമാണ്, അതിലുള്ള വിഷയങ്ങൾ മുഴുവനും സത്യമാണ് എന്ന് സാരം. മുൻ ഗ്രന്ഥത്തെ അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ അള്ളാഹു ഇറക്കിയ തൗറാത്തിലും ഇഞ്ചീലിലും മറ്റും പറഞ്ഞിട്ടുള്ള മൗലിക കാര്യങ്ങൾ സത്യപ്പെടുത്തുകയല്ലാതെ അവയെ റദ്ദാക്കുന്നില്ല എന്ന് സാരം. പ്രത്യേകിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും മുന്നറിയിപ്പ് നൽകിയത് പ്രകാരം അവസാനത്തെ റസൂൽ അവസാനത്തെ കിതാബുമായി വന്നപ്പോൾ ആ പ്രവചനം പുലർന്നു. അതിന് മേൽനോട്ടം ചെയ്യുമെന്ന് വെച്ചാൽ തൗറാത്തിലും ഇഞ്ചീലിലും ആളുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളതിനെ എടുത്തു കാണിക്കുകയും അള്ളാഹു ഇറക്കിയത് ഏതാണെന്ന് തെളിയിക്കുകയും ചെയ്യും എന്ന് സാരം. ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹു, അതുകൊണ്ട് അള്ളാഹു ഇറക്കിയതനുസരിച്ച് അവരുടെ ഇടയിൽ നീ വിധി കൽപ്പിക്കുക. വലാ തത്തബിഅ അഹ്വാഅഹും അമ്മാ ജാഅക മിനൽ ഹഖ്,
നിനക്ക് വന്നു കിട്ടിയ സത്യത്തെ വിട്ടുകൊണ്ട് അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിൻപറ്റരുത്. അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ഒരിക്കലും വിധി നൽകരുത്. അള്ളാഹു അറിയിച്ചത് പ്രകാരം മാത്രമേ വിധി നടത്താവൂ. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ, നിങ്ങളിൽ ഓരോ കൂട്ടർക്കും ഓരോ നിയമക്രമവും ഓരോ കർമ്മമാർഗവും നാം നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ പ്രവാചകനും ഓരോ സമുദായത്തിനും അല്പാൽപം വ്യത്യാസപ്പെട്ട നിയമക്രമങ്ങളും കർമ്മമാർഗങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. തൗറാത്ത്, ഇഞ്ചീൽ, ഖുർആൻ ഇവ ഓരോന്നിലും വിവരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. അത് കാലസ്ഥിതി അനുസരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ അള്ളാഹു വരുത്തിക്കൊണ്ടിരുന്നിട്ടുള്ളതാണ്. വലൗ ശാ അല്ലാഹു ലജഅലകും ഉമ്മതൻ വാഹിദത, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. പക്ഷി മൃഗാദികളെ പോലെ എല്ലാ കാലത്തും ഒരേ അവസ്ഥയിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം മനുഷ്യർ എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ക്രമേണ വളരുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രകൃതിയാണ് നിങ്ങൾക്കവൻ നിശ്ചയിച്ചത്. അതുകൊണ്ട് നടപടിക്രമങ്ങളിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. നേരെ മറിച്ച് മറ്റു ജീവികളെ പോലെ പുരോഗമിക്കലോ അധപതിക്കലോ ഒന്നും കൂടാതെ ഉറച്ച നിലയിൽ നിങ്ങൾ ആക്കുവാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. ബുലുവക്കും ഫീമ ആത്താക്കും, പക്ഷേ അവൻ നിങ്ങൾക്ക് തന്നതിൽ നിങ്ങളെ പരീക്ഷിക്കുവാൻ ഉദ്ദേശിച്ചു. അവൻ നിങ്ങൾക്ക് ബുദ്ധിയും ബോധവും അഭിപ്രായ സ്വാതന്ത്ര്യവും സ്വന്തം അഭിപ്രായ പ്രകാരം പ്രവർത്തിക്കാനുള്ള കഴിവും തന്നു. അതിനാൽ അതത് അവസരങ്ങളിലേക്ക് പറ്റിയ വിധത്തിലുള്ള നിയമനിർദ്ദേശങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തു. നിങ്ങളിൽ സൂക്ഷ്മതയുള്ളവരും നീതിമാന്മാരും ആരാണെന്ന് വേർതിരിഞ്ഞ് കാണുവാനാണിത്. ഫസ്തബിഖുൽ ഖൈറാത്തി, അതുകൊണ്ട് നിങ്ങൾ നന്മകളിലേക്ക് കുതിക്കുകയും. പേജ് 470. ഇലല്ലാഹി മർജിഉകും ജമീഅൻ, നിങ്ങളെല്ലാവരുടെയും മടക്കം അള്ളാഹുവിങ്കലേക്കാകുന്നു. ഫയുനബ്ബിഉകും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഭിന്നാഭിപ്രായക്കാരായി തീർന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അപ്പോൾ നിങ്ങളോടവൻ വിവരമറിയിക്കുന്നതാകുന്നു. ഓരോരുത്തർക്കും അവരർഹിക്കുന്ന പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇനി ഇതിൽ പറഞ്ഞതല്ല, പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചില ആളുകൾ സർവമത സത്യവാദികളുണ്ട്. പക്ഷേ ഖുർആൻ വെച്ചിട്ട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. തൗറാത്ത് ആ കാലത്ത് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ജനതയ്ക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇഞ്ചീൽ ഒരു കാലത്ത് അവർക്ക് ശേഷം, തൗറാത്തിന് ശേഷം ഈസാ അലൈഹി ഇസ്ലാമയിലൂടെ ആ ജനതയ്ക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ വന്നതോടുകൂടി ആ വിശുദ്ധ വേദത്തെ അന്തിമ വേദമായി അംഗീകരിക്കണമെന്നും മറ്റുള്ള വേദങ്ങളുടെ വിധികളെല്ലാം ദുർബലപ്പെട്ടുവെന്നും, കാരണം അതിൽ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മുഹൈമിൻ എന്നാണ് നേരത്തെ. അപ്പോൾ ആ കാര്യവും ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട പോയിന്റാണ്. ഇവിടെ ഇന്ന് വിശുദ്ധ ഖുർആൻ അവതരിച്ച ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായി വിശുദ്ധ ഖുർആനുമായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ശേഷം പിന്നീട് തൗറാത്ത് അനുസരിച്ച് ജീവിച്ചാൽ പോരാ, ഇഞ്ചീൽ അനുസരിച്ച് ജീവിച്ചാൽ പോരാ. കാരണം ആ വേദഗ്രന്ഥങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനവും അതേപോലെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും ഉള്ള സൂചനകളുണ്ട്. അപ്പോൾ അത് അംഗീകരിക്കൽ എല്ലാവർക്കും പിന്നീട് നിർബന്ധമായി. ഇനി ഒരു മാറ്റിത്തിരുത്തൽ ഒരു പുതിയ ശരീഅത്തില്ല. അന്തിമ വേദമാണ്, അന്തിമ റസൂലാണ്. ആയത്ത് 49. വഅനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹു, അല്ലാഹു ഇറക്കിയതനുസരിച്ച് അവരുടെ ഇടയിൽ നീ വിധി കൽപ്പിക്കുക എന്നും അല്ലാഹു കൽപ്പിച്ചു. ആയത്ത് 49. വലാ തത്തബിഅ അഹ്വാഅഹും, അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിൻപറ്റുകയും അരുത്. വഹ്ദർഹും അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക, അല്ലാഹു നിനക്ക് ഇറക്കി തന്ന ചിലതിൽ നിന്ന് അവർ നിന്നെ തെറ്റിക്കുന്നത് സൂക്ഷിക്കുകയും ചെയ്യുക എന്നും. ഫഇൻ തവല്ലൂ ഫഅലം അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, ഇനി അവർ പിന്മാറുന്ന പക്ഷം അവരുടെ ചില പാപങ്ങൾ നിമിത്തം അവർക്ക് നാശമേൽപ്പിക്കുവാൻ തന്നെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന് അറിയുക. വഇന്ന കസീറൻ മിനൻ നാസി ലഫാസിഖൂൻ, നിശ്ചയമായും ജനങ്ങൾ ഭൂരിപക്ഷവും ധിക്കാരികൾ തന്നെയാകുന്നു. പരലോകത്തെ ശിക്ഷ കൂടാതെ ഈ ലോകത്ത് വെച്ച് തന്നെ ചില കുറ്റങ്ങൾക്ക് അള്ളാഹു അവരെ ശിക്ഷിക്കും. ആയത്ത് 50. അഫഹുക്മൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ, അജ്ഞാനകാലത്തെ വിധിയാണോ അവരാഗ്രഹിക്കുന്നത്? അറേബ്യയിൽ അന്ത്യപ്രവാചകൻ വരുന്നതിന് മുമ്പ് ബഹുദൈവാരാധനയും കൊലയും അക്രമങ്ങളും നടമാടിയിരുന്ന കാലത്തെയാണ് ജാഹിലിയത്ത് അഥവാ അജ്ഞാനകാലം എന്ന് പറയുന്നത്. ദുർമാർഗത്തിൻ്റെ കാലം. യാതൊരു വിവരവുമില്ലാതെ താന്തോന്നികളായി മനുഷ്യർ ജീവിച്ചിരുന്ന പൂർവ്വകാലത്തെ പെരുമാറ്റച്ചട്ടങ്ങളും അതനുസരിച്ചുള്ള തീരുമാനങ്ങളുമാണോ അവരാഗ്രഹിക്കുന്നത്? നല്ല ശോഭയുള്ള സൂര്യപ്രകാശം കിട്ടിയപ്പോൾ അത് ഉപയോഗപ്പെടുത്താതെ കണ്ണടച്ച് ഇരുട്ടാക്കി തപ്പിത്തടഞ്ഞ് നടക്കാൻ തന്നെയാണോ അവരുദ്ദേശിക്കുന്നത്?
വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യുഖിനൂൻ. ദൃഢവിശ്വാസം ഉൾക്കൊള്ളുന്ന ജനതയ്ക്ക് അള്ളാഹുവിനേക്കാൾ നല്ല വിധികർത്താവ് ആരുണ്ട്? എത്രയും ന്യായമായും യുക്തമായും സത്യമായും വിധിക്കുവാൻ അള്ളാഹുവിനെ പോലെ ആർക്കും കഴിയുകയില്ല. സത്യവിശ്വാസിയായിട്ടുള്ളവൻ ഒരിക്കലും അള്ളാഹുവിൻ്റെ വിധിയെ അവഗണിച്ച് മറ്റാരുടെയും വിധി തൃപ്തിയോടെ സ്വീകരിക്കുകയില്ല.